നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ശരിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ചരിത്ര പ്രഖ്യാപനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു സാധാരണ നേട്ടമല്ലാട്ടോ, മറിച്ച് പതിറ്റാണ്ടുകളുടെ സാമൂഹിക മുന്നേറ്റത്തിന്റെയും വളരെ കൃത്യമായൊരു ആസൂത്രണത്തിന്റെയുമൊക്കെ ഫലമാണ്. അപ്പോൾ നമുക്കിതിന്റെ ഓരോ വശങ്ങളിലേക്കും കുറച്ചുകൂടി ആഴത്തിലൊന്ന് പോയി നോക്കാം. സ്ക്രീനിൽ കാണുന്ന ഈ 0 ഇതൊരു വെറും മക്കമല്ല, പിന്നെന്താണിത്? ഇതൊരു ഉറപ്പാണ്. കേരളത്തിൽ ഔദ്യോഗികമായി അതിദരിദ്രരായ ആരും തന്നെ ഇല്ല എന്നതിന്റെ ഉറച്ചൊരു പ്രഖ്യാപനം. ഒരു സമൂഹം അതിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരെ ചേർത്ത് പിടിച്ചതിന്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണിത്. ഈ നേട്ടത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈയൊരു വാചകം മാത്രം മതി. ഇന്ത്യയിൽ ഇങ്ങനെയൊരു ലക്ഷ്യം കൈവരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഇത് കേരളത്തിന് മാത്രമല്ല, സത്യത്തിൽ രാജ്യത്തിന് മുഴുവൻ വഴികാട്ടിയാകുന്നൊരു വലിയ വിജയമാണ്. അപ്പോ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഇതെങ്ങനെ സാധിച്ചു? അസാധ്യമെന്ന് കരുതിയ ഈ ലക്ഷ്യത്തിലേക്ക് കേരളം എങ്ങനെയാണ് എത്തിയത്? ഇതൊരിക്കലും യാദൃശികമായി സംഭവിച്ച ഒന്നല്ല കേട്ടോ, മറിച്ച് ഒരു സർക്കാർ അധികാരമേറ്റതിന്റെ ആദ്യ ദിവസം തന്നെ എടുത്ത ഒരു ഉറച്ച തീരുമാനത്തിന്റെ ഫലമായിരുന്നു ഇത്. ഈ ചരിത്രയാത്രയുടെ തുടക്കം എവിടെയാണെന്നറിയുമോ? 2021 മെയ് 25. അന്നാണ് പുതിയ സർക്കാർ അധികാരമേറ്റത്. അവരുടെ ആദ്യത്തെ ഫസ്റ്റ് ക്യാബിനറ്റ് മീറ്റിംഗിലെടുത്ത ഒന്നാമത്തെ തീരുമാനം. അതെ, ഇതായിരുന്നു അത്. കേരളത്തിൽ നിന്ന് അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കുക. ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന എന്തായിരിക്കണമെന്നതിന്റെ വ്യക്തമായ ഒരു ദിശാസൂചി തന്നെയായിരുന്നു ആ തീരുമാനം. ഈ പ്രവർത്തനത്തിന് പിന്നിലെ ഒരു ഫിലോസഫി, അത് വളരെ ലളിതവും എന്നാൽ അതിശക്തവുമാണ്. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരാശയം: വികസനത്തിന്റെ ഗുണങ്ങൾ വരിയിലെ അവസാനത്തെ ആൾക്കും കിട്ടണം. സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ വ്യക്തിയുടെ ക്ഷേമത്തിനാണ് ആദ്യ പരിഗണന നൽകേണ്ടത് എന്ന ചിന്ത. ഓക്കെ, തീരുമാനം കൊള്ളാം. പക്ഷെ പേപ്പറിലൊരു തീരുമാനം എടുക്കുന്നത് എളുപ്പമാണ്, അത് പ്രാവർത്തികമാക്കുന്നതല്ലേ ശരിക്കുമുള്ള വെല്ലുവിളി. അപ്പോ എങ്ങനെയാണ് കേരളം ഇത് നടപ്പിലാക്കിയത്? ഈ വിജയത്തിനു പിന്നിലെ സൂക്ഷ്മമായ പ്രവർത്തന രീതികൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാക്കാം. എന്താണ് ഈ അതിദാരിദ്ര്യം എന്ന് പറയുന്നത്? ഇത് നമ്മൾ സാധാരണ ദാരിദ്ര്യം, പോവേർട്ടി എന്നൊക്കെ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു മനുഷ്യന് ജീവൻ നിലനിർത്താൻ വേണ്ട ഏറ്റവും ബേസിക്കായ കാര്യങ്ങളില്ലേ, ഭക്ഷണം, ശുദ്ധജലം, സുരക്ഷിതമായൊരു കിടപ്പാടം, അതുപോലും ഇല്ലാത്തൊരു അതീവ ഗുരുതരമായ അവസ്ഥയാണിത്. ഈ വിഭാഗത്തെ കൃത്യമായി കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യത്തെയും ഏറ്റവും വലിയതുമായ വെല്ലുവിളി. ഈ ദൗത്യം വിജയിച്ചത് പ്രധാനമായും 3 സ്റ്റെപ്പുകളിലൂടെയാണ്. ഒന്നാമത്തേത്, ആരെയും വിട്ടുപോകാതെ ഏറ്റവും അർഹരായവരെ കണ്ടെത്താൻ നടത്തിയ അതിസൂക്ഷ്മമായ സർവേ. രണ്ടാമത്തെ കാര്യം, ഈ പ്രവർത്തനങ്ങളുടെയെല്ലാം ചുക്കാൻ പിടിച്ചത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളാണ്. പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ കുടുംബത്തിന്റെയും പ്രശ്നം പരിഹരിക്കാൻ ഓരോ മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കി. അതായത്, ഒരു കുടുംബത്തിനു വേണ്ടത് ഭക്ഷണവും വീടിന്റെ അറ്റകുറ്റപ്പണിയുമാണെങ്കിൽ മറ്റൊരു കുടുംബത്തിനു വേണ്ടത് ഒരു വരുമാനമാർഗവും പ്രായമായവർക്ക് ചികിത്സയുമാകാം. ഇങ്ങനെ ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അത് നൽകി. ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണിത് കേരളത്തിൽ മാത്രം ഇത്ര വിജയകരമായി ചെയ്യാൻ കഴിഞ്ഞത്? അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ: നമ്മുടെ ശക്തമായ തദ്ദേശ സ്വയംഭരണ സംവിധാനം. ഓരോ വാർഡിലെയും ഓരോ വീട്ടിലെയും കാര്യങ്ങൾ അറിയാവുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഈ ദൗത്യം ഏറ്റെടുക്കാൻ കഴിഞ്ഞു. അധികാര വികേന്ദ്രീകരണം എന്ന കേരള മോഡലിന്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണിത്. ഇനി നമുക്ക് ഈ കണക്കുകളിൽ നിന്നും നമ്പറുകളിൽ നിന്നുമൊക്കെ ഒന്ന് മാറി ഈ പദ്ധതിയുടെ യഥാർത്ഥ ഹൃദയത്തിലേക്ക് വരാം. അതായത്, ഇതിലൂടെ ജീവിതം മാറിയ മനുഷ്യരിലേക്ക്. 64,006. ഈ നമ്പർ ഓർമ്മിച്ചുവെക്കണം. ഇതൊരു വെറും കണക്കല്ല. 64,006 ജീവിതങ്ങളാണ് ഇതിനു പിന്നിൽ. സമൂഹത്തിന്റെ പിന്നിലേക്ക് മാറ്റി നിർത്തപ്പെട്ട, ഒരു പക്ഷേ നാളെ എന്തെന്നറിയാതെ ജീവിച്ച അത്രയും കുടുംബങ്ങളുടെ പ്രതീക്ഷയും പുഞ്ചിരിയുമാണ് ഈ അക്കങ്ങൾ. ഈ പദ്ധതിയെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് അതിന്റെ സമീപനം തന്നെയാണ്. സർക്കാരിന്റെ മറ്റു പദ്ധതികളിലൊന്നും പെടാതെ പോയ, ശരിക്കും അദൃശ്യരായ മനുഷ്യരെ തേടിച്ചെന്ന് കണ്ടെത്തി. സംസ്ഥാനത്തിന്റെ ഭരണതലപ്പത്തുള്ളവർ മുതൽ ഓരോ വാർഡിലെയും ജനപ്രതിനിധികൾ വരെ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണിത്. ഒരു കൂട്ടായ പരിശ്രമം എങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. ശരി, ഇതൊരു വലിയ വിജയമാണ്. പക്ഷെ ഇതൊരു അവസാനമല്ലാട്ടോ. സത്യത്തിൽ ഇതൊരു തുടക്കമാണ്. ഒരു പുതിയ കേരളത്തിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ ഏറ്റവും ഉറപ്പുള്ള ചുവടുവെപ്പ്.
അപ്പോൾ കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ഈ നേട്ടത്തിന് പ്രാധാന്യം എന്താണ്? ഈ നേട്ടത്തിന്റെ വലിപ്പം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് നോക്കണം. ലോകത്ത് തന്നെ അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കിയെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മറ്റൊരു വലിയ പ്രദേശം ചൈനയാണ്. ആ ഒരു ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി കേരളവും എത്തിയിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടുതന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്നത് വെറുമൊരു ലക്ഷ്യമല്ല, മറിച്ച് നവകേരളം എന്ന് നമ്മൾ പറയുന്ന ആ വലിയൊരു സ്വപ്നമില്ലേ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ആരെയും പിന്നിലാക്കാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു നാട്, അതിലേക്കുള്ള യാത്രയുടെ തുടക്കമാണിത്. അപ്പോ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കടമ്പ് കേരളം